ഹായ്, ഹലോ, നമസ്കാരം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അത് പറയാനാണ് ഞാൻ വന്നത്. ലൈവ് പോകണമെങ്കിലും 50 സബ്സ്ക്രൈബേഴ്സ് വേണം. പിന്നെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻസ് നമ്മുടെ മാത്രം ഒരു പ്രതികരണമായിരിക്കും. പക്ഷെ ഇപ്പം എൻ്റെ പ്രതികരണം എന്താണ്, അതാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ അവരുടെയോ അത് കാണുന്നവരുടെയൊന്നും അല്ല. എൻ്റെ കണ്ണിലെ കാഴ്ചപ്പാടാണ്, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ അവർക്ക് വിഷമാവും, ചിലപ്പോൾ അവർക്ക് ദേഷ്യമാവും. നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മിക്കുള്ളവരുടെയും വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടത്തിൽ തന്നെയുള്ള വ്യക്തിയാണ്. പറ്റുമെങ്കിൽ ചിലതിനെ കമൻറ്റ് ഇട്ടിട്ടുമുണ്ട്. എനിക്ക് വിഷമമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയില്ലേ, രേണു ചേച്ചിയുടെ കാര്യങ്ങൾ കണ്ടപ്പോൾ വളരെയധികം വിഷമം വന്നു. കാര്യം നമ്മളെ ഒരാൾ സഹായിച്ചാൽ, ഇപ്പം നമ്മൾക്ക് ദാനം കിട്ടി അല്ല നമ്മളെ സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ മിണ്ടാതിരിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ നമ്മളെ സഹായിച്ചെന്ന് പറഞ്ഞാൽ നമ്മളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളവരെ ദേഷ്യപ്പെടാനോ അവരെ അടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോകത്തില്ല. പക്ഷേ നമുക്കിപ്പോൾ ഞാൻ പറയാം, ഒരു ജോലി കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്ത് ജോലി തന്നു, നമ്മളാ ജോലിക്ക് പോയി എന്ന് കരുതി ജോലി കിട്ടിയ സ്ഥാപനത്തിലെ ആരെങ്കിലും അവർ നമ്മളെന്തെങ്കിലും കാര്യത്തിന് നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തൊടാൻ നോക്കുക, വേറെ എന്തെങ്കിലും അനാവശ്യം സംസാരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിച്ചുകൂടെ? അല്ലെങ്കിൽ നമുക്ക് ജോലി വാങ്ങിച്ച ആളെ ആലോചിക്കണമല്ലോ, അതുകൊണ്ട് നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നമ്മളവിടെ അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം, അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പറയാതിരിക്കുക. പിന്നെ ഈ മഴക്കാലത്ത് ഇപ്പോൾ കടലിൻ്റെ കാര്യമായാലും കാറ്റിൻ്റെ കാര്യത്തിലായാലും ഈ പ്രകൃതി ദുരന്തം ഏതെടുത്താലും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമേ അല്ല. മഴ പെയ്യുമ്പോൾ ഇന്ന് എത്ര കഷ്ടപ്പെട്ട് പണിഞ്ഞ വീടുകളത് പോകും. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറും, ചിലപ്പോൾ അത് ഇടിഞ്ഞൊളിഞ്ഞ് വീണെന്നിരിക്കാം. കിണർ തന്നെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ രേണുസുധിയെ മാത്രം ടാർഗറ്റ് എന്തിനാണ് ഇവരെല്ലാം പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റിയാക്ഷൻ ചെയ്ത് അവരെ മക്കൾക്ക്, അവരെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് തീർക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് പോകട്ടെ, അവരത് ചെയ്യട്ടെ. അല്ല രേണുസുധിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവരെ മാത്രം ഇങ്ങനെ രേണുസുധിയാണ് കേട്ടോ ഇത്രയും കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. സമ്മതിച്ചവർ അങ്ങനെ വേണം, പെൺകുട്ടികൾ അങ്ങനെ തന്നെ വേണം, പെണ്ണുങ്ങൾ സ്ത്രീകൾ